2.5 മണിക്കൂർ ഞങ്ങളവിടെ ഗേറ്റിന് വെളിയിൽ നിന്ന് സമരം ചെയ്തിട്ടാണ് ഞങ്ങളെ അകത്തേക്ക് കയറ്റിവിട്ടത്. പ്രാഥമികമായിട്ടുള്ള ഒരു തരത്തിലുമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാതെ തീർച്ചയായിട്ടും നമ്മളത് നിൽക്കാൻ പറ്റും. കാരണം ബീൻസ് പോലുള്ള പച്ചക്കറികൾ, പൂത്ത് കിടക്കുന്ന പച്ചക്കറികൾ എടുത്ത് അത് കുട്ടികൾക്ക് കൊടുക്കുകയും സ്റ്റോറിനുള്ളിൽ കണ്ടത് ഭയങ്കര വൈകാരികമായിരുന്നു. ചോദിക്കേണ്ട വലിയൊരു ചോദ്യമാണത്. ആ ക്യാമ്പസിൽ നിന്ന് എത്ര കുട്ടികൾ ജയിച്ചു, വിജയശതമാനം എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് ഉത്തരമില്ല. അവിടെ വെച്ചിരിക്കുന്ന എല്ലാ ബോർഡുകളും മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികൾ ജയിച്ചു തന്നെയാണ്. കുട്ടികളോട് സംസാരിക്കുമ്പോൾ അതിനകത്ത് വിദ്യാർത്ഥിനികൾ നമ്മളെടുത്ത് ഒരു അധ്യാപകനെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള അധ്യാപകന്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റവും സംഭാഷണവും ഒക്കെ കുട്ടികൾ പറഞ്ഞു. നമ്മളെല്ലാം അവരെ നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അവർക്ക് അങ്ങനൊന്നും വന്നുകൂടാ. നമസ്കാരം. കേന്ദ്ര സേനയിലേക്ക് ജോലിക്കായുള്ള പരിശീലനം നടത്തുന്ന സ്വകാര്യ സ്ഥാപനത്തിനെതിരെ വ്യാപകമായ പരാതിയാണ് ഉയർന്നത്. പത്തനംതിട്ട ഇലവന്തിട്ടയിൽ പ്രവർത്തിക്കുന്ന AFTPയുടെ സ്വകാര്യ സ്ഥാപനത്തിനെതിരെയാണ് മാതാപിതാക്കൾ തന്നെ പരാതിയുമായി രംഗത്ത് വന്നത്. അവിടെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് മതിയായ സൗകര്യം നൽകുന്നില്ല എന്നും ഹോസ്റ്റലിലടക്കം സുരക്ഷയില്ല എന്നുമാണ് ഈ വിദ്യാർത്ഥിനികളുടെ മാതാപിതാക്കൾ അടക്കം പരാതിയുമായി രംഗത്ത് വന്നത്. അതോടെയാണ് ഇവരുടെ ഈ തട്ടിപ്പ് പുറത്തറിയുന്നത്. ഇതേ തുടർന്ന് ചില വിദ്യാർത്ഥി സംഘടനകളും ഈ വിഷയത്തിൽ ഇടപെടുകയാണ്. ഈ വിദ്യാർത്ഥി സംഘടനകൾ അവിടെ പരിശോധന നടത്തി പ്രതിഷേധവുമായി എത്തിയപ്പോഴാണ് ഹോസ്റ്റലിലും അവരുടെ മെസ്സിലുമൊക്കെ അടക്കം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തുന്ന രീതിയിലുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നു. ഇപ്പോൾ പരാതികൾ വ്യാപകമായതിനെ തുടർന്ന് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തി കുട്ടികളുടെ മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധവുമായി ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. AISFന്റെ പത്തനംതിട്ട ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിയായ വിഷ്ണു വിജയൻ ആ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ക്യാമ്പസിനുള്ളിൽ പ്രവേശിക്കുകയും അവിടെ ഗുരുതരമായ ചില വീഴ്ചകൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. നിങ്ങൾ കഴിഞ്ഞ ദിവസം പ്രതിഷേധവുമായി അവിടെ എത്തിയിരുന്നു. ഇവരുടെ അക്കാദമിയിലേക്ക് നിങ്ങൾ കയറിയപ്പോൾ എന്താണ് നിങ്ങൾ കണ്ടത്? കുട്ടികളെ നേരിട്ട് കണ്ട് നിങ്ങൾ സംസാരിച്ചിരുന്നോ? തികച്ചും പ്രതീക്ഷിക്കാതുള്ളൊരു അനുഭവമായിരുന്നു ക്യാമ്പസിനുള്ളിൽ നമുക്ക് അനുഭവപ്പെട്ടത്. ഏകദേശം 29-ാം തീയതിയായിട്ടാണ് നമ്മളിത് ഈ വിഷയം അറിയുന്നത്. 29-ാം തീയതി അറിഞ്ഞ സമയത്ത് തന്നെ നമ്മളിത് 30-ാം തീയതി അറിഞ്ഞ സമയത്ത് തന്നെ 30-ാം തീയതി നമ്മൾ ഇന്നലകളിൽ അവിടെ ചെല്ലുകയും ഒരു ചർച്ച ചെയ്യാമെന്നുള്ള തരത്തിലാണ് ജില്ലാ സെൻറ്റർ അവിടെ ചെല്ലുന്നത്, ചർച്ചയ്ക്കാണ്. പക്ഷേ അവിടത്തേക്ക് ഞങ്ങളെ കയറ്റിവിടുന്ന പറഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതിഷേധമായിട്ട് മാറുകയും അതൊരു പ്രതിഷേധത്തിലായിട്ട് എത്തിക്കുകയും 2.5 മണിക്കൂർ ഞങ്ങളവിടെ ഗേറ്റിന് വെളിയിൽ നിന്ന് സമരം ചെയ്തിട്ടാണ് ഞങ്ങളെ അകത്തേക്ക് കയറ്റിവിട്ടത്. അപ്പം ഈ 2.5 മണിക്കൂർ കൊണ്ട് അവർക്ക് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ മാറ്റി കാണും. പിന്നീട് സമ്മർദ്ദം മൂലം, അതായത് തൊട്ടടുത്തുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ഞങ്ങളുടെ സഖാക്കൾ എത്തിച്ചേരുതെന്ന് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവിടെ നിന്ന് കാണുന്നു, പലരും വരുന്നെന്ന് പറയുന്നു. അപ്പം ആളുകളുടെ എണ്ണം കൂടുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്നില്ലാത്തൊരു സാഹചര്യത്തിൽ അവർ പറയുകയാണ്, നിങ്ങൾ 2 പേര് വരിക. ഞങ്ങൾ പറഞ്ഞു ജില്ലാ സെൻറ്റർ ഉൾപ്പെടെ എല്ലാവരും വരും, ജില്ലാ സെൻറ്ററോടെ വരും, സംസാരിക്കണം, കുട്ടികളോട് സംസാരിക്കണം. ഞങ്ങൾക്ക് കുട്ടികളോട് സംവാദിച്ചേ പറ്റൂ. കുട്ടികളോട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ അതീവ ഗൗരവമായിട്ട് കുറേ വിഷയങ്ങളെക്കുറിച്ച്, കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന പ്രാഥമികമായിട്ടുള്ള ഒരു തരത്തിലുമുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിക്കാതെ തീർച്ചയായിട്ടും നമ്മളത് നിൽക്കാൻ പറ്റും. കാരണം ബീൻസ് പോലുള്ള പച്ചക്കറികൾ, പൂത്ത് കിടക്കുന്ന പച്ചക്കറികൾ എടുത്ത് അത് കുട്ടികൾക്ക് കൊടുക്കുകയും സ്റ്റോറിനുള്ളിൽ കണ്ടത് ഭയങ്കര വൈകാരികമായിരുന്നു. കുട്ടികൾ അന്നേരമാണ് ആ സ്റ്റോറിൽ പ്രവേശിക്കുന്നത്. കുട്ടികൾ കണ്ട് ഞെട്ടി, പലർക്കും വയറിളക്കം പോലുള്ള പല പ്രശ്നങ്ങളാൽ അസ്വസ്ഥരാണ് കുട്ടികൾ, മെഡിക്കലി അൺഫിറ്റാണ് പലരും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ മെസ്സ്, കുട്ടികളുടെ ഹോസ്റ്റൽ, മെൻസ് ഹോസ്റ്റൽ എന്ന് പറയുമ്പം നിങ്ങൾക്കും ഞാനത് ഷെയർ ചെയ്ത് തരേണ്ടിയിരിക്കുന്നു. ചോർന്നൊലിക്കുന്നൊരു കെട്ടിടത്തിലാണ് 8,500 രൂപ ഫീസ് മേടിച്ച് ഇവർ ചോർന്നൊലിക്കുന്ന കെട്ടിടമാണ് കൊടുത്തേക്കുന്ന കുട്ടികൾക്ക്. അപ്പം പേരൻസ് നമ്മളോട് സംസാരിക്കുന്നത് പറയുന്നത് ഞങ്ങളെ കാണിക്കുന്ന മറ്റൊരു കെട്ടിടത്തിൻ്റെ ഒരു ഫസ്റ്റ് ഫ്ലോറാണ്. ഇപ്പം ഞങ്ങൾ എല്ലാ ഫ്ലോറുകളിലും പോയി. ചോർന്നൊലിക്കുന്ന കെട്ടിടമുണ്ട്, കുട്ടികൾ അവിടെയാണ് കിടന്നുറങ്ങുന്നത്. ചോർന്നൊലിക്കുന്നതിനകത്ത് കെട്ടിടം 8,500 ഫീസ് കൊടുത്തിട്ട്. അതുപോലെ തന്നെ ആഹാരം പാകം ചെയ്യുന്നത് തുറസായ സ്ഥലത്താണ്. അതുപോലെ തന്നെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ആഹാരം പാകം ചെയ്യുന്നത്. 10-15 ദിവസമായി എണ്ണയാണ്. ഞങ്ങൾ അതിൻ്റെ എല്ലാം വിഷ്വൽ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ തീർച്ചയായിട്ടും അതെല്ലാം മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ആരോപണമല്ല, ഞങ്ങൾ ആരോപിച്ച ആരോപണങ്ങളല്ല, ഇത് വസ്തുതയാണ് തെളിയിക്കാനുള്ള എല്ലാ തരത്തിലുള്ള വീഡിയോകളും വിഷ്വലുകളും ഞങ്ങൾ എടുത്തു കൊടുത്തു. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, നിലവിലൂടെ പഠിക്കുന്ന കുട്ടികളും മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം, കുഞ്ഞു മനസ്സാണ്. കുട്ടികൾക്കും അറിയാം വളരെ കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരെയും അവിടത്തേക്ക് അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി ഒരു കേന്ദ്ര സേനയിലേക്കുള്ള ഒരു ചുവടുവെപ്പിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ചേർത്തിരിക്കുന്നത്.
ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ തൻ്റെ മകൾ തൻ്റെ മകൻ നല്ലൊരു നിലവാരത്തിലെത്തി നല്ലൊരു കേന്ദ്രസേനയുടെ അംഗമാവുമെന്ന് ധരിച്ചാണ് അവിടെ ആ അക്കാഡമിയിൽ ചേർത്തിരിക്കുന്നത്. എന്നാൽ അവിടെ ഒരു തരത്തിലുമുള്ള അക്കാഡമിക്സും നിലവിൽ നടക്കുന്നില്ലെന്ന്, വളരെ പരിതാപകരമായ അവസ്ഥയിലാണ് അവിടുത്തെ പോകുന്നത്. തികച്ചും ഒരു സാമാന്യം ബോധമുള്ളൊരു മനുഷ്യന് മനസ്സിലാവുന്നതാണ് അവരുടെ കഴിഞ്ഞ കാലയളവിൽ അവർക്ക് കിട്ടിയിരിക്കുന്ന വിജയ ശതമാനം. അപ്പോൾ നമ്മളത് പറയാൻ കാരണം തികച്ചും അവരവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, കേരള, മഹാരാഷ്ട്ര, തമിഴ്നാട് ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് ജയിച്ചവരുടെ കൂടെ. ആ ക്യാമ്പസിൽ നിന്ന് ചോദിക്കേണ്ട വലിയൊരു ചോദ്യമാണത്. ആ ക്യാമ്പസിൽ നിന്ന് എത്ര കുട്ടികൾ ജയിച്ചു വിജയ ശതമാനം എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ടൊരു ഉത്തരമില്ല. അവിടെ വെച്ചിരിക്കുന്ന എല്ലാ ബോർഡുകളും മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികൾ ജയിച്ചു തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള വ്യാജമായിട്ടുള്ള, തികച്ചും വ്യാജമായിട്ടും അടിസ്ഥാനരഹിതവുമായിട്ടുള്ള വാർത്തകളും പരസ്യങ്ങളും കൊടുത്ത് കുട്ടികളെ ഇങ്ങോട്ട് സ്വാധീനിക്കുകയും, എന്നാൽ ഇവിടെ വരുമ്പോൾ മറ്റൊരു ലോകത്തേക്ക് കുട്ടികൾ പോവുകയും, ഒരു കുട്ടികൾ ഇന്നേ വരെ ഏർപ്പെടാത്ത പല കാര്യങ്ങളിലേക്കും, അതായത് കുട്ടികളെ മാനസിക സംഘർഷം പിടിമുറുക്കുന്ന രീതിയിട്ട് നമ്മൾ കേരളത്തിൽ പലയിടത്തും പല ഇങ്ങനെയുള്ള അക്കാഡമികളിലെ ആത്മഹത്യകളും നിരന്തരമായിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടവരാണ്. അപ്പോൾ തികച്ചും ഇനി ഒരിക്കലും ഒരു കുഞ്ഞിന് പോലും ഒരാപത്തും പറ്റണമെന്നുള്ള ദൃഢനിശ്ചയത്തിലാണ് ISF. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കും. അതിൽ ഞങ്ങൾക്ക് അതിനകത്ത് പറയാനുള്ളത്, അതീവ ഗൗരവമായിട്ടുള്ളൊരു വിഷയം നമ്മൾ അതിനകത്ത് കണ്ടെത്തിയത്, കുട്ടികളോട് സംസാരിക്കുമ്പോൾ അതിനകത്ത് വിദ്യാർത്ഥിനികൾ നമ്മുടെ അടുത്ത് ഒരു അധ്യാപകനെ കുറിച്ച് വളരെ മോശമായ രീതിയിലുള്ള അധ്യാപകൻ്റെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റവും സംഭാഷണവും ഒക്കെ കുട്ടികൾ പറഞ്ഞു. അവരെ നമ്മുടെ കുഞ്ഞുങ്ങളാണ്, അവർക്ക് അങ്ങനൊന്നും വന്നുകൂടാ. അപ്പം നമ്മളാണ് സംരക്ഷിക്കേണ്ടത്. ഒരു ഗേറ്റും 4 സൈഡും മതിലും ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് വെളിയിൽ പോകത്തില്ലെന്ന് അവിടുത്തെ അധികൃതർ പറയുന്ന പോലൊന്നും അല്ല. ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല. ഇവിടെ വിദ്യാർത്ഥി സംഘടനകളുണ്ട്, ഉറപ്പായിട്ടും ഞങ്ങൾ ഏത് സമയം അവിടെ കയറി നോക്കും, പരിശോധിക്കും. അതിനകത്തൊരു ഇനി എത്ര ഗേറ്റ് ഇട്ടാലും, ഇനിയിപ്പം എത്ര മതിൽക്കെട്ടിനുള്ളിലായാലും വിദ്യാർത്ഥികൾ അവിടെ ഉണ്ടോ, അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണോ, ഞങ്ങൾ അവിടെ കയറും. ഇനി ആരുടെയും ഔദാര്യമല്ലത്, ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങളുടെ അവകാശം ഞങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. കുട്ടികൾക്കെതിരെ, അതിക്രമങ്ങൾക്കെതിരെ ഞങ്ങൾ തടയിടും. ചൈൽഡ് ലൈൻ പരാതി നൽകിയിരുന്നു നിങ്ങൾ? ചൈൽഡ് ലൈനെ ആ നിമിഷം തന്നെ വിദ്യാർത്ഥിനികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അറിഞ്ഞ സമയത്ത് തന്നെ ആ കോമ്പൗണ്ടിനുള്ളിൽ വെച്ച് ഞങ്ങൾ CWC ബന്ധപ്പെട്ടു, ബഹുമാനപ്പെട്ട ആനന്ദ് സാറിനെ ബന്ധപ്പെട്ടു. വളരെ സംയോജിതമായ ഇടപെടൽ പറയട്ടെ. ആനന്ദ് സാർ അന്നേരം തന്നെ വേണ്ട നടപടി സ്വീകരിക്കാൻ അവിടെ നിന്ന് പോലീസുകാരുടെ നിർദ്ദേശം കൊടുക്കുകയും ബഹുമാനപ്പെട്ട അവിടുത്തെ SHO പോലുള്ളവർ കൃത്യമായിട്ട് അതിൽ ഇടപെടുകയും ചെയ്തു. CWC വിവരം അറിയിച്ചുള്ള അധികൃതർ ഇന്ന് വന്ന് കുട്ടികളുമായിട്ട് സംസാരിക്കുകയും അവരുടെ മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ പറഞ്ഞത്, ഇതിനകത്ത് ഞങ്ങൾ പറഞ്ഞതൊക്കെ വാസ്തവമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പറഞ്ഞതിൽ കുറേ വാസ്തവമുണ്ട്. ഉറപ്പായിട്ടും അതിനകത്ത് നടപടി ഉണ്ടാവും തന്നെ CWCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം വിദ്യാർത്ഥിനികളുടെ വീട്ടിലേക്ക് വിളിച്ച്, ഇന്നലെ പ്രശ്നത്തിൽ വിദ്യാർത്ഥികളുടെ വീട്ടിലേക്ക് വിളിച്ച്, നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഞങ്ങളുടെ കയ്യിലാണ്, നിങ്ങളുടെ 3 വിഷയങ്ങളാണ് അവർ പറയുന്നത്. കുട്ടിയുടെ ഭാവി, നിങ്ങളിവിടെ അടച്ചിരിക്കുന്ന തുക, കുട്ടിയുടെ ഐഡൻറ്റിറ്റി, ഇത് 3ഉം പോവും, തകർക്കപ്പെടുമെന്നാണ് അവർ പറയുന്നത്. വലിയൊരു വിഷയമാണത്. അത് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിരിക്കുന്നത്, ഇത് 3ഉം തകരത്തിലെന്ന്. കുട്ടിയുടെ വിദ്യാഭ്യാസത്തിനോ, കുട്ടി അവിടെ ചെയ്യുന്ന ഫീസിനോ, കുട്ടിയുടെ ഐഡൻറ്റിറ്റിയോ വെളിപ്പെടുത്തില്ല എന്ന് പറഞ്ഞ ഓരോ സമയങ്ങളിലുമാണ് ഓരോ കുട്ടിയും എണ്ണീറ്റെന്ന് ഞങ്ങളോട് ഇത് പറയുന്നത്. ഞങ്ങൾ അവർക്ക് കൊടുത്തൊരു വാക്കുണ്ട്, നിങ്ങളുടെ സംരക്ഷണം ഞങ്ങളുടെ കയ്യിലാണ്, നിങ്ങളെ ഒരു തരത്തിലും ഒറ്റപ്പെടുത്തത്തില്ല. നിങ്ങൾ ഞങ്ങളോട് സംസാരിച്ചെന്ന് പറഞ്ഞ്, നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞ്, നിങ്ങൾ ഈ ക്യാമ്പസിൽ പഠിച്ചോ, പക്ഷേ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു വാക്കിന്മേലാണ് പല വിദ്യാർത്ഥികളും എണ്ണീറ്റ് നിന്ന് ഞങ്ങളോട് പല കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ഒരു തരത്തിൽ ഇന്നുണ്ടായ ഒരു കാര്യമെന്ന് വെച്ചാൽ, ഈ വിദ്യാർത്ഥികളെയെല്ലാം തികച്ചും അപൂർവമായിട്ട് അവരുടെ വീട്ടിൽ വിളിച്ച് അവരത് നിഷേധിക്കുകയാണ്. ഇന്ന് ഞങ്ങളോട് ഇതുമായിട്ട് അടിയന്തരമായിട്ട് ഞങ്ങളിവിടെ എത്തി. അടിയന്തരമായിട്ട് ജില്ലാ സെൻറ്റർ ഇവിടെ എത്തി. കാര്യം, കുട്ടികളുടെ വീട്ടിൽ നിന്ന് മാതാപിതാക്കൾ ഞങ്ങളെ വിളിച്ചു. അപ്പം കുട്ടികളെ ഇങ്ങനെ ഒറ്റപ്പെടുത്തുന്ന ഒരു നിലയിലോട്ട് പോകുന്നുണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പം അവിടെ നിന്നുള്ള അച്ഛനമ്മയൊക്കെ പറഞ്ഞ, മക്കളെ നിങ്ങൾ കൊടുത്തൊരു ഉറപ്പിന്മേലാണ് കുട്ടികൾ പറഞ്ഞേ. എൻ്റെ മകനോ മകളോ പറഞ്ഞത് നിങ്ങൾ കൊടുത്തൊരു ഉറപ്പിന്മേലാണ്. അപ്പം ഞങ്ങളുടെ കുട്ടികൾ അവിടെ പെട്ടുപോകരുതെന്നൊരു വാർത്ത നമ്മൾ പറഞ്ഞു. ആ ഒരു വാക്ക് നമുക്ക് ഭയങ്കര വേദനാജനകമാണ്. ഒരിക്കലും അത് സംഭവിക്കത്തില്ല. ASF എന്നൊരു സംഘടന അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസവും അവർക്കുണ്ടാവുന്ന എന്ത് വിഷയങ്ങളായാലും നമ്മളത് പരിഹരിക്കും. അതിനകത്ത് എന്ത് തരത്തിലുള്ള നടപടികൾ ഉണ്ടായാലും നമുക്ക് ആ കുട്ടികളുടെ ചേർത്ത് പിടിക്കുക എന്നുള്ള കാര്യത്തിൽ മറ്റൊരു തരത്തിലുള്ള ഇനി 6 പിൻബലം അവർക്കുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ കുട്ടികളെ കൈവിടത്തില്ല. കുട്ടികളുടെ അച്ഛനും അമ്മയും ഞങ്ങളെ വിളിച്ച് പറയണമെങ്കിൽ അവർക്ക് പോലീസ് സ്റ്റേഷനുണ്ട്, CWC ഉണ്ട്. അപ്പം ഇവരെയൊക്കെ അറിയിച്ചിട്ട് നമ്മളെ വിളിച്ചു പറഞ്ഞു. കാരണം നമ്മൾ കൊടുത്ത കരുതൽ കുഞ്ഞുങ്ങളെ വിളിച്ച് പറഞ്ഞു, അമ്മേ അച്ഛാ ഞങ്ങൾ ഇതുപോലെ കുറേ ചേട്ടന്മാർ വന്നു, അപ്പം ഞങ്ങൾ സംസാരിച്ചു, അവർ ഞങ്ങൾക്ക് വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ അച്ഛനും അമ്മയും പറഞ്ഞത്. അപ്പം ഞങ്ങളോട് അച്ഛനും അമ്മയും അതാ പറഞ്ഞത്,
അപ്പോൾ അങ്ങനെ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് സംരക്ഷിക്കുക തന്നെ ചെയ്യും. എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. അതിന് ഏതറ്റം വരെ പോയാലും സംരക്ഷിക്കും. കുട്ടികളുടെ കാര്യങ്ങളിൽ ഒരു തരത്തിൽ 16ഉം 17ഉം വയസ്സുള്ള, നിങ്ങളത് മനസ്സിലാക്കണം, 16ഉം 17ഉം വയസ്സുള്ള കുട്ടികളാണ് അവിടെ ഉള്ളത്. അപ്പം അതെന്ത് വില കൊടുത്ത് സംരക്ഷിക്കും. കുട്ടികളെ ഒറ്റപ്പെടുത്തുകയോ ഇനി ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ കുട്ടികൾക്കെതിരെ ഉണ്ടായാലോ എന്ത് വില കൊടുത്തും സംരക്ഷിക്കും. അതിനകത്ത് ഒരു തരത്തിലും പുറകോട്ടില്ല ASF.